വ്യത്യസ്തവും സവിശേഷവുമായ ഒരു ക്രിസ്മസ് ഒത്തുചേരലാണ് ഇപ്പോൾ കൈരളി ന്യൂസിൽ സംഭവിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. കേരളം ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ ഈ യാത്ര. ആ യാത്രക്കിടയിലാണ് ഈ ക്രിസ്മസ് ഒത്തുചേരലുമായി നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാർ കൈരളി ന്യൂസിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒത്തുചേരലിന് ഇവർ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്വാഗതമുണ്ട്, ആമുഖ പ്രസംഗമുണ്ട്, അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗമുണ്ട്. ഇതൊന്നും ഇതിലില്ല. ഇതിലത്തരം ചടങ്ങുകളോ ഇടപാടുകളോ ഒന്നുമില്ലാതെ നേരിട്ട് മന്ത്രിമാരിലേക്ക് അവരുടെ ഭരണാനുഭവം, യാത്രാനുഭവം, ക്രിസ്മസ് ഓർമ്മകൾ, അനുഭവങ്ങൾ ഇതെല്ലാം ചേർത്തുള്ള ഒരു വർത്തമാനത്തിലേക്ക്. ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അസാമാന്യമാം വിധം ബൈബിൾ വാചകങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് സംസാരിക്കുന്ന ഒരു കേൾവിയുടെ തുടക്കത്തിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങളുടെ ഈ ഞങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ മന്ത്രിമാർക്കും സ്വാഗതം കൈരളി ന്യൂസിലേക്ക്, ഈ ക്രിസ്മസ് ഒത്തുചേരലിലേക്ക്. അപ്പോൾ ക്രിസ്മസ് അനുഭവങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. രാജൻ മിനിസ്റ്റർ, ആരാദ്യം പറയണം? അതാണ്. പതുക്കെ ഞാൻ നോക്കിയപ്പോൾ വീണ മിനിസ്റ്റർ മൈക്ക് അങ്ങനെ കൊടുക്കാൻ നോക്കുന്നു. അതെ, അപ്പോൾ അവർ തന്നെ സംസാരിച്ചു തുടങ്ങട്ടെ. അപ്പോൾ ക്രിസ്മസ് അനുഭവങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇടുക്കിയുടെ പ്രതിനിധിയാണ്, കോട്ടയത്തുകാരനാണ്. തൊട്ടപ്പുറത്ത് കോട്ടയത്തിൻ്റെ ശ്രീ വി എൻ വാസവൻ ഇരിക്കൽ. ശരിക്കും ബിഷപ്പ് വാസവൻ ചേട്ടനാ. ശരി, അപ്പോൾ ബിഷപ്പിലേക്ക് വരാം. അപ്പോൾ റിയാസ് മിനിസ്റ്റർ പറഞ്ഞ എല്ലാ അനുഭവവും പറയേണ്ട നല്ല അനുഭവങ്ങളെ കുറിച്ചൊക്കെ. ക്രിസ്മസിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അതെല്ലാവരെയും ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതോടൊപ്പം സമഭാവനയുടെയും എല്ലാം ഒരു ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു നല്ല ദിനമാണ് ക്രിസ്മസ്. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക, പുതുലോക പിറവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, രക്ഷകനെ കാത്തിരിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലെ പക്കലാണ് നിൽക്കുന്നത്. പണ്ടൊക്കെ ഓർക്കുന്നു, ഈ ക്രിസ്മസിൻ്റെ സമയങ്ങളിൽ നമ്മളതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ക്രിസ്മസ് കരോള്, മറ്റു കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. കരോളൊക്കെ മിസ്സായി. അതെ, ഞങ്ങൾക്ക് മിസ്സായി. പക്ഷേ കരോൾ നടക്കുന്നുണ്ടാവും. കാണേണ്ട ഒരു കാര്യം, ഈ ഡിസംബർ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടൊരു തണുപ്പിൻ്റെ അന്തരീക്ഷമാണ്. ഇപ്പം മഞ്ഞിൻ്റെ ഒരു കുളിരുണ്ടാവും, നക്ഷത്രത്തിൻ്റെ തിളക്കം ഉണ്ടാവും, പുൽക്കൂടിൻ്റെ പുതുമയുണ്ടാവും. അങ്ങനെ പാതിര കുർബാനയുടെ ഒരു രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അങ്ങനെ ഇതെല്ലാം ഒത്തുകൂടിക്കൊണ്ട് പടി കയറി ഇറങ്ങി വരുന്ന ക്രിസ്മസ് രാവുകളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ ഇപ്പോൾ ഞങ്ങളൊരു യാത്രയിലാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോൾ ഒരു ലോകപ്പിറവി, ഒരു രക്ഷകനെ കാത്തിരിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയെ കാംക്ഷിച്ചുകൊണ്ടാണ്. നവകേരളവുമായി ബന്ധപ്പെട്ടിട്ട് ഈ യാത്ര നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ കൈരളി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് വന്നായി. എല്ലാവരും ഒരുമിച്ചിരിക്കുക, ഞങ്ങൾക്കൊരു ലക്ഷ്യമുള്ളൂ. അത് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നാടിൻ്റെ നന്മയെ ലക്ഷ്യം വെക്കുന്ന, നമ്മുടെ നാടിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സമചിത്തത്തോടു കൂടിയും സമഭാവനയോടു കൂടിയും നൽകണം എന്നുള്ള സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ദർശനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് രണ്ടും തമ്മിൽ ചേരുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണാൻ സാധിക്കുന്നത്. മിനിസ്റ്റർ അതിനെ ഈ യാത്രയുമായി തന്നെ ബന്ധപ്പെടുത്തിയാണ് അങ്ങ് തുടക്കം കുറിച്ചിട്ടുള്ളത്. നേരത്തെ രാജൻ മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ വാസവൻ മിനിസ്റ്ററെ എന്തായിരുന്നു പറഞ്ഞത്? ബിഷപ്പ്. അല്ല, ആസ്ഥാനത്തു നിന്നാണല്ലോ. അതെ. അപ്പോൾ ഇനിയിപ്പോൾ ബിഷപ്പ് സംസാരിച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് പറ്റൂ, അല്ലേ? സംസാരിക്കാൻ പറ്റൂ. ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശമാണ്. അത് വിശ്വാസികളുടെ ഭാഷയിൽ പറയുമ്പോൾ അവർ പറയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് ക്രിസ്മസ് നമ്മളെല്ലാ കാലഘട്ടത്തിലും ആഘോഷിക്കുന്നത്. ക്രിസ്മസിന് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ആചാരമോ അനുഷ്ഠാനമോ
പ്രദേശമോ ഭാഷയോ ഒന്നും വേർതിരിവില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതികളിലും എല്ലാ മതങ്ങളിലും പെട്ടവരും എല്ലാ വിശ്വാസങ്ങളിലും ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന മതനിരപേക്ഷയുടെ സംസ്കാരമാണ് കേരളമെന്നും എല്ലാ കാലത്തിലും ഉയർത്തിപ്പിടിക്കും. കോട്ടയത്തിൻ്റെ ക്രിസ്മസോ? കോട്ടയത്തിൻ്റെ ക്രിസ്മസ് വരുമ്പോൾ അവിടെ സവിശേഷമായി സാധാരണഗതിയിൽ 24-ാം തീയതി അർദ്ധരാത്രി എത്തുമ്പോഴേക്ക് എല്ലാ പ്രദേശങ്ങളിലും കാരോൾ സംഘത്തിൻ്റെ സന്ദേശം കാണാം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരാരവം, എങ്ങും ഇവിടെയും പടക്കം പൊട്ടിക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളും മുതിർന്നവരും ചേർന്ന് ക്രിസ്മസ് കരോൾ സംഘം വരുന്നു. അവർ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും എല്ലാ ജാതിമത കൂട്ടരുടെയും വീടുകളിൽ കയറാറുണ്ട്. ആ കരോൾ സംഘവുമായി എല്ലാവരും സഹകരിക്കാറുണ്ട്. അവിടെ നിന്നാണ് മതസൗഹാർദ്ദത്തിൻ്റെ നിരപേക്ഷതയുടെ സന്ദേശം ഉയരുന്നത്. അതേസമയത്ത് വ്യത്യസ്തമായി നമ്മൾ ചിലത് കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കുന്നു. തൊട്ടടുത്ത് കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് കരോൾ സംഘം ഇറങ്ങിയപ്പോൾ ആ സംഘത്തെ ഉടുതുണി ഉരിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സംഭവവും ആക്രമിച്ച സംഭവവും അവരെ വലിയ രൂപത്തിൽ പീഡിപ്പിച്ച സംഭവം എല്ലാം വാർത്തകൾ വന്നിരുന്നു നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ. അതേപോലെ കുറച്ചുകൂടി വടക്കോട്ട് മാറുമ്പോൾ ഛത്തീസ്ഗഡിലും ഉത്തരപൂർവ്വ ഭാരതത്തിലും വിവിധ മേഖലകളിൽ ഈ രംഗത്ത് കരോൾ സംഘത്തെ ആക്രമിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളൊക്കെ ഓർമ്മിക്കുമെങ്കിൽ ഞാനൊരു സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് ഒരു വേദനയോടുകൂടി തോന്നുന്നത്, ഒറീസയിൽ ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ ക്രിസ്മസ് രാവിൽ ആക്രമണം അഴിച്ചുവിട്ട് വർഗീയവാദികൾ ആ ക്രിസ്മസ് രാവിൽ കുർബാന ചെല്ലാൻ പോയ വൈദികരെ പോലും ആക്രമിച്ച് ഏറ്റവും അവസാനം ക്രിസ്മസിൻ്റെ കുർബാന ചെല്ലിയത് ഒറീസയിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. അങ്ങനൊരു സംഭവം ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഓർക്കുന്നുണ്ട്. ആ സംഭവം ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ നോക്കിയാൽ പറയാം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് മങ്ങലേക്കുന്ന രൂപത്തിലേക്ക് ഈ ആഘോഷങ്ങളെ മാറ്റി തീർക്കുന്ന ശൈലികളും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശത്ത് നടക്കുമ്പോൾ കേരളം അതിൽ നിന്ന് തീർച്ചയായും വ്യത്യസ്തമായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ സംസ്കാരങ്ങളും ഒന്നിച്ചു ചേർന്ന് ക്രിസ്മസിനെയും ന്യൂ ഇയറിനെയും വരവേക്കാൻ നാടാകെ ഒരുപോലെ ആഹ്ലാദത്തോടെ ആരവങ്ങളോടെ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ കരോൾ സംഘം ഇറങ്ങിയും ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പൊതു സാഹചര്യമാണ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് വിശേഷിച്ചും കൂടുതൽ ആ രംഗത്ത് കരോൾ സംഘങ്ങൾ ഇറങ്ങുന്ന രംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി നോയമ്പെടുത്തിട്ട് ഇതിനൊരു നോയമ്പൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഈ കോട്ടയത്തു നേരെ പത്തനംതിട്ടയിലേക്ക് പോയാലോ? പത്തനംതിട്ടയുടെ ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ ആദ്യമേ നേരുകയാണ്. ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ഈ 2.5 വർഷക്കാലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും പേർ ഒന്നിച്ച് ഒരു ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ഈ ഒരു ഇങ്ങനൊരു ആഘോഷം അല്ല ഒരു വേദിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒത്തുചേരില്ല. അതുകൊണ്ട് അതിന് പ്രത്യേകമായി കൈരളി ടി വിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ക്രിസ്മസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്മസ് രാത്രിയിൽ കേട്ട സന്ദേശം എന്ന് പറയുന്നത് സർവ്വജനങ്ങൾക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്നുള്ളത്. അതിലാരും മാറി നിൽക്കുന്നില്ല, എല്ലാവരുമുണ്ട്. വാസ്തവത്തിൽ ഞങ്ങൾ ഈ കുറേ ദിവസമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു യാത്ര അത് പുതിയ കേരളത്തിന് വേണ്ടിയിട്ടുള്ള നവകേരളത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ആ നവകേരളത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. രാജകൊട്ടാരത്തിൽ പരിഭ്രമമുണ്ടായി, പക്ഷേ സാധാരണക്കാർക്ക് ആട്ടിടയർക്കൊക്കെ സന്തോഷമായിരുന്നു. അപ്പോൾ സാധാരണക്കാരുടെ ഒരുപാട് സന്തോഷങ്ങളിലൂടെയാണ് ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മയുണ്ടാകണം എന്നുള്ളതും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സർക്കാർ പ്രവർത്തിക്കുന്നതും അതിനുവേണ്ടി. നമ്മുടെ ഈ സംസാരത്തിലൊക്കെ ഈ യാത്ര കടന്നു വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പത്തനംതിട്ടയിൽ അന്ന് രാവിലെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ നല്ല മഴ കണ്ടപ്പോൾ ഒന്ന് മിനിസ്റ്റർ അന്താളിച്ചോ? ആദ്യം തന്നെ ആറന്മുള നിയോജക മണ്ഡലത്തിലേക്കാണ് മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ കൊട പിടിച്ചൊക്കെ ഒരുപാട് ആളുകൾ നിന്ന് സംസാരിക്കും. പക്ഷേ ഈ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഒന്ന് അന്താളിച്ച പോലെ തോന്നി. അല്ല, അന്ന് അതിരാവിലെ ആറന്മുളയിൽ നിന്നും കോഴഞ്ചേരിയിൽ നിന്നും നമ്മുടെ തന്നെ ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു ശക്തമായ മഴയാണ്. ഇതാ ഈ രാജീവ് മിനിസ്റ്റർ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ആറന്മുളയിൽ നിന്നും കോഴഞ്ചേരിയിൽ നിന്നുമൊക്കെ അതിരാവിലെ പുലർച്ചെ തന്നെ വിളി വന്നു. കാരണം ഈ മഴ ശക്തമായി പെയ്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അല്പം ഒരു വൈക്ലഭ്യം ഉണ്ടാവുമല്ലോ. പക്ഷേ അതിരാവിലെ പുലർച്ചെ പറഞ്ഞു ഒട്ടും പേടിക്കണ്ട, ഞങ്ങളെല്ലാം ഇതേ പുറപ്പെടുകയാണ്, 7 മണിക്ക് ഞങ്ങളെല്ലാം ബസ്സിൽ കയറുമെന്ന് പറഞ്ഞു. അതേപോലെ മഴ ഉണ്ടായിരുന്ന അതിശക്തമായ മഴയായിരുന്നെങ്കിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടായി.
അത് പത്തനംതിട്ടയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഓർത്തൊരു കാര്യമാണ്. നമുക്ക് ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നേരെ ഒന്ന് വടക്കോട്ട് സഞ്ചരിച്ച് നേരെ ഒന്ന് കോഴിക്കോട് എത്തിയ അങ്ങനെയില്ല ഇതിനകത്ത് അധ്യവസാനമൊന്നും ഇല്ല. ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. എന്താന്ന് വെച്ചാല് എന്നോട് പറഞ്ഞതൊരു കേക്ക് മുറിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാന് ഈ സദസ്സ് കഴിഞ്ഞ എല്ലാ ദിവസവും മേലൊക്കെ കഴുകുന്ന ഒരു പതിവുണ്ട്. അത് വെച്ച് വേറെ ആർക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് വന്നു നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുക. അതെ അതെ നല്ല. അപ്പൊ കൃഷ്ണൻകുട്ടിയേട്ടനൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ അതില് എന്തെങ്കിലും അപാകതയുണ്ടോ ആവേശത്തിൽ? ഒരു അപാകതയില്ല. അല്ല അതായിക്കോട്ടെ, പ്രശ്നമില്ല, ഞാൻ പറഞ്ഞതാണ്. നേരത്തെ ചിഞ്ചിറാണി മിനിസ്റ്ററാണ് വലിയ പിന്തുണ. ആദ്യം ഒന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് റിയാസ് മിനിസ്റ്റർ ഒന്ന് അമ്പരുന്നു, ഇങ്ങനെ വേണോ, വേഷം മാറണോ. ചിഞ്ചിറാണി മിനിസ്റ്റർ ഒരു പ്രശ്നമില്ല, വന്ന് പിടിയിരിക്കെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്ത് അവിടെ പിടിച്ചിരുത്തിയത്. വേഷത്തിനൊന്നും ഒരു പ്രത്യേകതയില്ല. റിയാസ് മിനിസ്റ്റർ എന്നിട്ട് കാണുന്നില്ലല്ലോ ഈ പതിവ് വേഷത്തിലാണല്ലോ. ഷർട്ട് മുണ്ടിട്ട് വരാൻ പറയുന്നത് നേരത്തെ തീരുമാനിച്ചുകൊണ്ട് വന്നതാ. റിയാസ് മിനിസ്റ്ററോട് നിങ്ങൾ അത് പറഞ്ഞില്ല, അപ്പൊ അതിന്റെ ഇടയിൽ കൂടി കുളി കഴിഞ്ഞവരെ അറിയിച്ചിട്ടുണ്ട്. ശരി. അപ്പൊ എന്തായാലും ഈ കോഴിക്കോട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഹൽവ സംസാര വിഷയമായ ഒരു കാലമാണ്. കോഴിക്കോടിൻ്റെ ഒരു ക്രിസ്മസ് വിദ്യാർത്ഥി യുവജന കാലത്തൊക്കെ ഉണ്ടായിരുന്ന ക്രിസ്മസ് ഓർമ്മകൾ, സൗഹൃദങ്ങൾ. ഇവിടെ വാസവ മിനിസ്റ്റർ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു സാഹോദര്യത്തിൻ്റെ, മതസാഹോദര്യത്തിൻ്റെ വലിയ സന്ദേശമാണ് ക്രിസ്മസ് അനുഭവങ്ങൾ നൽകിയിട്ടുള്ളത്. ഞാൻ നഗര ഹൃദയത്തിലായിരുന്നു താമസിച്ചത്. അപ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ക്വാർട്ടേഴ്സായിരുന്നു. അപ്പോൾ അതിൽ വിവിധ മതവിശ്വാസികളുണ്ട്. ക്രിസ്മസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. അതിൽ ഉള്ള ഒരു വീട്ടിൽ വെച്ച് ഒരുമിച്ച് ചെറുപ്പത്തിലുള്ള ഓർമ്മയാണത്. കേക്ക് മുറിക്കലും അതിൻ്റെ തലേ ദിവസം പറഞ്ഞതുപോലെ കരോൾ സംഘം, അതുപോലെ തന്നെ സ്റ്റാർ തൂക്കൽ, അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെ ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നില്ല, പക്ഷേ എപ്പോഴും ആലോചിക്കുന്നത് ഇന്ത്യയിൽ സന്തോഷത്തോടു കൂടി സധൈര്യം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അത് പല ഘട്ടങ്ങളിലും മനസ്സിലായ കാര്യമാണ്. യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലെയും സഞ്ചരിച്ച ഘട്ടങ്ങളിൽ മനസ്സിലാക്കിയ അനുഭവമാണ്. അത് ക്രിസ്മസിന് മാത്രമല്ല, ഇപ്പോൾ പെരുന്നാളിന് ഹരിയാനയിലൊക്കെ ഈ പെരുന്നാളിന് നമ്മളൊക്കെ ഇവിടെ പോലെയല്ല, ബിരിയാണി ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നുണ്ടാക്കി വീടുകളിൽ കൊടുക്കുകയാണ്. അവിടെയാണ് ബിരിയാണി റെയ്ഡ് നടത്തിയത്. അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളെ അതുപോലെ മറ്റ് ആഘോഷങ്ങളെയൊക്കെ തന്നെ വല്ലാത്തൊരു നിലയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്ത് വളരെ സന്തോഷത്തോടു കൂടി ഒരു സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും ഒക്കെ സന്ദേശമായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് കാണുമ്പോൾ വേറെ ആഹ്ലാദം തന്നെയാണ്. ക്രിസ്മസ് ഓർമ്മകളെ ഒന്ന് സ്പീഡാക്കാം അല്ലേ? എങ്ങനെയാണ് ബോംബെയിലെ ക്രിസ്മസ്, എങ്ങനെയാണ് ദേവർകോവിലെ ക്രിസ്മസ്? ബോംബെ എന്ന് ചോദിച്ചപ്പോൾ നോക്കുന്നു, അതറിയില്ല അല്ലേ മിനിസ്റ്റർക്ക്? ബോംബെയിൽ എന്താണ് മിനിസ്റ്റർക്ക് റോൾ എന്നല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ബോംബെയിലെ വലിയ പുള്ളിയാണ്, ബെഡാ പാർട്ടിയാണ് അവിടുത്തെ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നാഗർകോവിലെ നാഗർകോവിലല്ല, ദേവർകോവിൽ. കഴിഞ്ഞ ദിവസം അല്ല, ഇന്നലെ പേടിക്കണ്ട, എടുക്കണ്ട, ഇന്നലെ ഞാൻ മിനിസ്റ്ററോട് ഞാൻ തന്നെ ഇത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും നാഗർകോവിലാണ്. അതെ, അത് കൈരളിയുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന. ഇന്നലെ നടന്നപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇന്നലെ നടന്നപ്പോൾ ഇദ്ദേഹമുണ്ട്, രാജൻ മിനിസ്റ്ററുണ്ട്. സംസാരിച്ചപ്പോൾ ഞാൻ ഈ വിഷയം തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. അതായത് ദേവർകോവിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ബസ്സിൽ നിന്ന് എൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിമാർക്ക് ദേവർകോവിൽ ഞാൻ കാട്ടിക്കൊടുത്തു. ഇങ്ങനൊരു ഗ്രാമം, ഓ അത് ശരി, മന്ത്രിമാർ തന്നെ പലരും ഇത് വീട്ടുപേരാണെന്ന് വിചാരിച്ചവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ഏതോ ഒരു യോഗ സ്ഥലത്ത് ചെന്നപ്പോൾ ആര് പറയുന്നത്, അഹമ്മദ് നാഗർകോവിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നാഗർകോവിലല്ല അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെ ചില ആളുകൾക്ക് ചില വിശ്വാസമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാനൊരു അവസരമാണ്. അപ്പോൾ ഇതെല്ലാം തീർത്തിട്ട്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഇതുവഴി ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം സ്കൂൾ ജീവിതകാലത്താണ് ആദ്യമായി ക്രിസ്മസ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ആഘോഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റാറൊക്കെ ആയിട്ട് വരും, അവരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ സ്റ്റാർ കൊണ്ട് അലങ്കരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സ് എന്ന നിലയ്ക്ക് അവിടെ പോകും, അവരെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ ആഘോഷ പരിപാടികളൊക്കെ പങ്കെടുക്കും. അത് കഴിഞ്ഞ് ബോംബെയിലും ഉത്തരേന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും എനിക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീർഘകാലം ബോംബെയിൽ ജീവിച്ചിട്ടുണ്ട്. ബോംബെയിലെ ക്രിസ്മസിൽ പങ്കെടുക്കാൻ എനിക്ക് പലപ്പോഴും താല്പര്യം തോന്നിയിരുന്നു.
പക്ഷേ ഞാൻ അടുത്ത് പോകാറില്ല. കാരണം ഒരല്പം ഒരു ഭയം മനസ്സിലെപ്പോഴും ഉണ്ടാവും. കാരണം നമുക്ക് ഇവിടുത്തെ പോലെ അങ്ങനെ ഫ്രീ ആയി ബന്ധപ്പെടാൻ അവിടെ കഴിയില്ല. കാരണം വ്യത്യസ്ത ഓരോ മതവിഭാഗത്തിൻ്റെയും ആചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മറ്റ് മതവിഭാഗങ്ങൾ അങ്ങനെ പോകാറില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്മസിന് വലിയ പ്രോഗ്രാംസ്, ഞാൻ ബോംബെയിൽ സയൺ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് താമസിച്ചത്. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുന്ന ഒരു ഹോട്ടൽ കംഫർട്ട് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അതിന് നേരെ എതിർവശത്ത് തന്നെ വലിയൊരു ക്രിസ്ത്യൻ ചർച്ചും, അവിടെ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. അവിടെ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിവിടെ വെച്ച് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും അവിടെ അടുത്ത് പോയി കാണണം എന്ന ആഗ്രഹം വരും. കുറച്ചങ്ങോട്ട് പോകും, പക്ഷേ എങ്കിലും അങ്ങ് ഉള്ളിൽ കയറിപ്പോൾ ഒരു പേടി മാറിയാണ്. കാരണം ബോംബെ ആയതുകൊണ്ട്. അപ്പം ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം, ക്രിസ്മസ്, അതുപോലെ വിഷു, പെരുന്നാളുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫെസ്റ്റിവലായിട്ടാണ് കേരളത്തിൽ നമ്മളത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെ സൽക്കരിക്കാനുള്ള ഒരവസരം, നമ്മളെ വീടുകൾ കാണിച്ച് വീട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവരാനുള്ള അവസരം, ഒന്നിച്ച് ടൂറ് പോകാനുള്ള അവസരം, ഒന്നിച്ച് കേക്ക് മുറിക്കാനുള്ള അവസരം, ആഘോഷിക്കാൻ എല്ലാം ആഘോഷങ്ങളാണ്. അപ്പോൾ ഓരോ പരിപാടികളിൽ നമ്മൾ ആഘോഷമാക്കി മാറ്റില്ല, കേക്ക് ഒന്നിച്ച് കഴിക്കാനുള്ള അവസരം. അതെ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേരളത്തിലുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അന്യമാണ്. ബോംബെ മാത്രമല്ല, ഉത്തർപ്രദേശിൽ പോയാൽ സ്ഥിതി അതാണ്, രാജസ്ഥാനിൽ പോയാൽ സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതാണ്. അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ കേരളം നമുക്ക് ഒരു ഭൂമിയിലെ സ്വർഗമാണെന്ന് പറയാം. ഏത് കോണിനേക്കാളും ദേവർകോവിൽ എന്ന നാടിൻ്റെ ക്രിസ്മസും സന്തോഷവുമാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായും ചോദിച്ചു പറഞ്ഞില്ല നാഗർകോവില്. അത് ചോദിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. നാഗർകോവിലിൻ്റെ കഥ നേരത്തെ പറഞ്ഞല്ലോ. കാരണം പൊതുവേ നമ്മളെ ഇന്ത്യയിലെ പൊതുവെ അറിയപ്പെടുന്നൊരു പ്രദേശമാണ് നാഗർകോവിൽ. അത് തമിഴ്നാട്ടിലാണ്. പക്ഷേ ഞാൻ കോഴിക്കോട് സൗത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ എൻ്റെ എതിരാളികൾ പറഞ്ഞു, ഇവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി ഏതോ ഒരു തമിഴ്നാട്ടുകാരനാണ്, നാഗർകോവിലെങ്ങാനെന്നാണ് കേട്ടത് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് ദേവർകോവിൽ എവിടെയാണെന്നും ഞാൻ ആ ജില്ലക്കാരനാണെന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു. കുറ്റ്യാടി നിയോജകമണ്ഡലത്തിലാണോ? അല്ല, നാദാപുരം നിയോജകമണ്ഡലത്തിലാണ്. കുറ്റ്യാടി കഴിഞ്ഞാണ് നാദാപുരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ബസ്സിൽ വന്നപ്പോഴാണ് ഇവരെ കാട്ടിക്കൊടുത്തത്. ഞങ്ങൾ വയനാട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് ഇവർ ദേവർകോവിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഇതാണ് ദേവർകോവിൽ. കാരണം പിന്നീട് ഒരിക്കലും ആർക്കും ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ അവസരം ഒന്ന് മുതലെടുത്താണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ അതുകൊണ്ട് ഒരുമിച്ച് ദേവർകോവിൽ കണ്ടു. അത് മാത്രമല്ല, ഇപ്പൊ നവകേരള സദസ്സിൽ നമ്മൾ 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു. അല്ല, മുഖ്യമന്ത്രിയും ഞാനൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ആണോ? ഒരുമിച്ച് 21 പേര് കണ്ടു. അല്ല, അതിനർത്ഥം കാണാത്തൊരു പ്രദേശം എന്നുള്ളതല്ല. പക്ഷേ ഒരു സർക്കാർ, ഒരു മന്ത്രിസഭ ഒന്നിച്ച് കണ്ടതിന്റെ ഒരു അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രം. മാത്രമല്ല, ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ജന്മദേശത്ത് 21 പേര് ഒരുമിച്ച് യാത്ര ചെയ്തതായിരിക്കും ചിലപ്പോൾ. അങ്ങനെയുണ്ട് അല്ലേ? രാജീവ് മിനിസ്റ്ററുടെ ചോദ്യമാണ്, ജന്മനാട്ടിൽ കൂടി പോയോ? ജന്മനാട്ടിൽ കൂടെ പോയി. അപ്പോൾ അവിടെ ഞാൻ ബിന്ദു മിനിസ്റ്ററോടും ചിഞ്ചുറാണി മിനിസ്റ്ററോടൊക്കെ പറഞ്ഞു, ഞാൻ ഇവിടെയാണ് ജനിച്ചു. വേറെ ആരോടും പറഞ്ഞില്ലല്ലോ. പക്ഷെ അവിടെ അങ്ങനെ ഒരു ഒരു വിവാദമോ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ അടുത്ത് മാത്രം അത് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ബിന്ദു മിനിസ്റ്ററും ചിഞ്ചുറാണി മിനിസ്റ്ററും. അതെ അതെ അതെ. എൻ്റെ നാടായിട്ടുള്ള ഇരിങ്ങാലക്കുടയും ഞാൻ ദീർഘകാലം ജീവിച്ച തൃശ്ശൂരും, രണ്ട് പട്ടണങ്ങളും ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രബലമായ സാന്നിധ്യമുള്ള പട്ടണങ്ങളാണ്. അപ്പം നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കളുടെ കേക്ക്, അവരുടെ സൗഹൃദം, അതുപോലെ ഈ ക്രിസ്മസ് കാലത്ത് നല്ല അന്തരീക്ഷമാണ്, നിലാവും ചെറിയ നനുത്ത തണുപ്പും ഒക്കെ ആയിട്ട്, അതിൽ കരോളും ഒക്കെ ആയിട്ട് മനോഹരമാണ്. ഈ നിഷ്കളങ്കതയുടെ ആഘോഷമാണ് ക്രിസ്മസ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പിന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം രാജേഷ് മിനിസ്റ്ററും ബാലഗോപാൽ മിനിസ്റ്ററും വന്നിട്ടുണ്ട്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഈ ക്രൈസ്തവ ആശയങ്ങളോട് വളരെ അടുപ്പം തോന്നാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങി ഉദാത്തമായ വ്യക്തിത്വത്തിലേക്ക് വരിക എന്നുള്ളത്, രക്തസാക്ഷിത്വം എന്നുള്ളത്, അത് സ്വന്തം സന്ദേശങ്ങൾ രക്തം കൊണ്ടും മാംസം കൊണ്ടും അടയാളപ്പെടുത്തിയ ഒരു വലിയ വ്യക്തിത്വം എന്നുള്ള നിലയിൽ യേശുവിനോട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ എളുപ്പമാണ്. മറ്റൊന്ന്, പാവപ്പെട്ടവരും പണിയെടുക്കുന്നവരും പതിതരും പാമരന്മാരും ഒക്കെ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായിരുന്നു.
അതുകൊണ്ട് അത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇഴുകിച്ചേരാവുന്ന ഒരാഘോഷം തന്നെയാണ് അപ്പോൾ ഇത് തീർത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ക്രിസ്മസ് ആഘോഷങ്ങളിലേക്കും മണ്ഡലത്തിലേക്കും നാട്ടിലേക്കും കാത്തിരിക്കുകയാണ്. അതെ അതെ ഇരിങ്ങാലക്കുടയുടെ തീർച്ചയായും. കൊല്ലത്തിന്റെ ക്രിസ്മസ് ആണ് അല്ലേ? എന്തോ ഒന്ന് രാജൻ മിനിസ്റ്റർക്ക് പറയാൻ വന്നിട്ട് ഇങ്ങനെ ഒന്നും പറയുന്നില്ല. കൊല്ലത്തിലെങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു ക്രിസ്മസ് ഒല്ലൂർ വലിയ ക്രിസ്മസാണ്. പൊതുവിലുള്ള ക്രിസ്മസ് മാത്രമാണ് കൊല്ലത്തുള്ളത്. കാരണം എല്ലാ ജനവിഭാഗങ്ങളും തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു പ്രദേശമാണ് കൊല്ലം. അപ്പോൾ നമ്മൾ കൊല്ലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ കാണും. വീടുകളിൽ കരോത്സംഗമൊക്കെ വരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും പുറത്തിറങ്ങി നിന്ന് അതൊക്കെ ആസ്വദിക്കുന്ന ഒരവസരമായിട്ടാണ് ഞാൻ ഈ ക്രിസ്മസിനെ ആ കാലഘട്ടത്തിൽ കാണുന്നത്. ഈ മന്ത്രിയായതിനു ശേഷം ക്രിസ്മസ് സമയത്ത് തിരക്കും കൂടി കാണുമല്ലേ? അത് ഓണമാണെന്നുണ്ടെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും അതിനകത്തൊരു പ്രത്യേക താല്പര്യമൊന്നും അതിനകത്ത് ഒരിക്കലും കാണിക്കാറില്ല. പരിപാടികൾ കൂടില്ലേ? പരിപാടികൾ കാണും. പലപ്പോഴും ഞങ്ങൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഓണം ആയതുകൊണ്ട് പരിപാടികളൊന്നും അങ്ങനെ മുടക്കാറില്ല. എന്നാൽ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ വളരെ ഇതിനോട് നല്ല താല്പര്യമാണ്. കാരണം അപ്പോൾ നമുക്കൊരു സ്കൂളിനൊരു അവധി കാണും, കോളേജിനൊരു അവധി. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെയും അതിജീവിച്ച് പ്രസംഗിക്കുന്നത് നിയമസഭയിൽ എന്റെ അടുത്താണ്. അല്ല അങ്ങനെയൊന്നും കാണുന്നത് ഭക്ഷണത്തെ ഒന്നും ഒഴിവാക്കാറില്ല. അത് പറഞ്ഞു കേട്ടില്ലേ? മിനിസ്റ്റർ പക്ഷേ അതിന് വകവെച്ച് തരുന്നില്ല, കമന്റ് ചെയ്യുന്നില്ല. ഭക്ഷണത്തെയൊക്കെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്നതൊക്കെ കഴിക്കും. കാരണം ആരോഗ്യം വേണം. ചിലരത് നോക്കിയിരിക്കും, ചിലർ നല്ലതുപോലെ കഴിക്കും. പക്ഷെ അത്രയൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ നമുക്ക് നല്ലതുപോലെ കഴിക്കാം. പ്രായവും പക്വതയൊക്കെ വന്നു. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആഹാരം മികച്ച അത്ലറ്റ് ആയിരുന്നേ. അതൊക്കെയുണ്ട്. അറിയില്ല. അതാണ് കഥ. അതായത് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർക്ക് അറിയില്ല. ഗംഭീര അത്ലറ്റ് ആയിരുന്നു. ഏതായിരുന്നു ഐറ്റം? ജാവലിംഗ് ഉണ്ടായിരുന്നു, 3000 ഉണ്ടായിരുന്നു, 1500 ഉണ്ടായിരുന്നു. ലോങ് റേസുകളായിരുന്നു. ഇപ്പോഴും ഉണ്ട്. കൊല്ലത്ത് കോളേജിൻ്റെ ചാമ്പ്യനായിരുന്നു. കൊല്ലം വിമൻസ് കോളേജിൻ്റെ ചാമ്പ്യനായിരുന്നു. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ബേസിൽ എനിക്ക് 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ആൾ ഇന്ത്യ റിപ്പബ്ലിക് ഡേ പരേഡിൽ പാരച്യൂട്ട് ട്രെയിനിങ് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുണ്ട്. ഒരു ദേശീയ കായിക താരത്തിനൊപ്പമാണ് ഇത്രയും ദിവസം സഞ്ചരിച്ചത്. ശരി, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അലോൽ മിനിസ്റ്റർക്ക് അറിയായിരിക്കും അല്ലേ? അതെ, അദ്ദേഹത്തിന് ശബ്ദം ഇല്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധിയുടെ ഒരു അവസ്ഥ സംസാരിക്കുന്ന കാര്യത്തിൽ പോട്ടെ ഇത്തിരി ചുമയായിട്ട്. അല്ല, അതിലൊരു സുഖമുണ്ട്, ആരോടും മറുപടി പറയേണ്ടതില്ലല്ലോ. എങ്കിലും ക്രിസ്മസ് ആയ സമയത്ത് കുറച്ച് ആശ്വാസമുണ്ട്. കുറച്ച് കാശ് പുള്ളി കൊടുത്തു എല്ലാ ഡിപ്പാർട്ട്മെന്റും, പൊതുവിതരണ രംഗത്ത്, KSRTCക്ക് എല്ലാം. അല്ല, കൊടുക്കേണ്ടത് കൊടുത്തിട്ടാണ് വോയിസ് റെസ്റ്റിലിരിക്കുന്നത്. പക്ഷേ ഈ നമ്മളെ എല്ലാ തരത്തിലും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും ക്രിസ്തുമസ് ആഘോഷത്തിന് കേരളത്തിൽ ഒരു കുറവ് വരുത്തിയില്ല എന്നുള്ളത് ഒരു വലിയ മേന്മ തന്നെയാണ്. കേരളത്തിൽ ഒരു കുറവും, ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കുറവും, എത്ര വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നാണ് ഇതാ മാവേലി സ്റ്റോർ അല്ല സപ്ലൈകോ ചന്തകൾ തുറക്കില്ല, കൺസ്യൂമർ ഫെഡ് ആരംഭിക്കില്ല, മറ്റു വിധത്തിലുള്ള സംഭവം ഉണ്ടാകില്ല, പെൻഷൻ കിട്ടില്ല, എല്ലാത്തിനും അതിജീവിച്ചില്ലേ? അത് ഈ ജാഥയുടെ കരുത്താണ്. ഇന്ന് രാവിലെ മിനിസ്റ്റർക്കും രാജൻ മിനിസ്റ്റർക്കും ഒരു അനുഭവം ഉണ്ടായി ബീച്ചിൽ വെച്ച് അല്ലേ? ഞാൻ പറഞ്ഞു ഇപ്പൊ അതിന് ശ്രീലങ്കയെ കുറിച്ചൊന്നും പറയണില്ല. അല്ല, ഇപ്പൊ ശ്രീലങ്ക ആവുന്നു മറ്റോ അല്ലേ? എന്നും ശ്രീലങ്ക അതെ ശ്രീലങ്ക എന്ന് പറയണേ. അതിൽ ഈ ആരോഗ്യവകുപ്പിലൂടെ ഒന്നുണ്ട് എന്നറിയും. കേന്ദ്രം ഈ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ആക്കി എഴുതി വെച്ചാലേ തരുള്ളൂ എന്ന് ഒരു രൂപ പോലും തരാത്തപ്പം 50 കോടി രൂപ ഇപ്പൊ ധനവകുപ്പ് തന്നിട്ടാണ്. അല്ല, പെൻഷൻ ഇപ്പൊ കൊടുക്കല്ലേ? ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. ക്രിസ്മസിന് സിവിൽ സപ്ലൈസ് അതാണ് പറയേണ്ടത്. മുമ്പ് തന്നെ പല മാധ്യമങ്ങളിലൂടെയും നമുക്ക് വായിക്കാനും കേൾക്കാനും കഴിഞ്ഞത് ഇത്തവണ ക്രിസ്മസിന് ചന്തയില്ല, റേഷൻ കടയില്ല, റേഷൻ സാധനങ്ങളില്ല എന്നുള്ളതാണ്. എന്നാൽ ഗവൺമെൻറ് ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും എല്ലാ ഉത്സവ നാളുകളിലും ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റുവാനും ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ടൊരു കാര്യം.
അത് ഈ ആശങ്കകളെല്ലാം അകറ്റുന്ന തരത്തിൽ ക്രിസ്മസിന് ധനവകുപ്പ് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. അതനുസരിച്ച് 21 മുതൽ ക്രിസ്മസ് ചന്ത കേരളത്തിൽ ആരംഭിക്കുക. എൻ്റെ അനുഭവത്തിൽ ഞാനൊരു ക്രിസ്തീയ ദേവാലയത്തിൻ്റെ എതിർവശത്ത് കുട്ടിക്കാലം മുഴുവൻ കഴിഞ്ഞിരുന്ന ഒരാളാണ്. എൻ്റെ വീട് നേരെ എതിർവശത്താണ്. അവരുടെ സ്കൂളിലാണ് ഞാനും പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഈ ക്രിസ്മസ് ദിനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ഇന്നും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഇന്നും ആ പാരമ്പര്യം നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ക്രിസ്മസ് ആകുന്ന ഈ ഡിസംബർ മാസം സ്റ്റാർ കെട്ടുക മാത്രമല്ല, പുൽക്കൂട്ടിൻ്റെ കാര്യമടക്കം. ഞാനിന്ന് എൻ്റെ അടുത്തിരുന്ന മിനിസ്റ്ററോട് ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ പുൽക്കൂട് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ? നമ്മുടെ ഔദ്യോഗിക വസതിയാണല്ലോ ഇപ്പോൾ. മിനിസ്റ്ററുടെ കൊച്ചുമകളുണ്ട് കുഞ്ഞുലക്ഷ്മി. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കേൾക്കും കുഞ്ഞുലക്ഷ്മി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞുലക്ഷ്മിയുടെ ഇന്നത്തെ ആവശ്യം പുൽക്കൂട് വീട്ടിൽ അടിയന്തരമായിട്ട് ഒരുക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള അടുത്തൊരു ക്ലൂ കൂടെ തരാം. സഹപ്രവർത്തകനായിട്ടുള്ള മന്ത്രി പി പ്രസാദിനോട് ചോദിച്ചാൽ നല്ല അസല് ക്രിസ്മസ് ട്രീ കൃഷി വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. ചേർത്തലയിൽ എല്ലാ മന്ത്രിമാർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് മുറിക്കണ്ടേ? എല്ലാ മന്ത്രിമാരും കേക്ക് മുറിക്കും. അപ്പോൾ ഒല്ലൂരിന്റെ ക്രിസ്മസിനെ കുറിച്ച് നമുക്ക് ഈ യാത്രയും കൂടെ ചേർത്തിട്ട് ക്രിസ്മസിലേക്ക് തെറ്റിദ്ധാരണ ഞാൻ ക്ലിയർ ചെയ്തു. ചേർത്തലയിൽ അതിന് അത്രയധികം മന്ത്രിമാരുണ്ടോ? ഞാൻ പറഞ്ഞു ചേർത്തലയിലെ മന്ത്രിമാരല്ല, അവിടെ മന്ത്രിമാർ വന്നപ്പോൾ അവർക്ക് കൊടുത്തു. ഒന്ന് ക്ലിയർ ചെയ്തു. പ്രത്യേകിച്ച് സ്ഥലത്തെ ഈ ക്രിസ്തുമസിന് ഏതാണ്ട് ഒരു പൊതു സ്വഭാവം. ഞാനും എത്ര മന്ത്രിമാരാ? ഞാനൊന്ന് അമ്പരന്ന്. ക്രിസ്തുമസിന് ഒരു പോയപ്പോഴത്തേക്ക് ക്രിസ്തുമസിന് നേരത്തെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ക്രിസ്തുമസിന് ഒരു പൊതു സ്വഭാവമാണ്. പ്രദേശങ്ങളിലൊക്കെ ആഘോഷങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ജനിച്ച നാട് അന്തിക്കാടാണ്. അന്തിക്കാടിൽ ക്രിസ്തുമസ് വലിയ ആഘോഷമാണ് എല്ലാ നാട്ടിലുള്ളത് പോലെ. പക്ഷെ ഞാൻ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഒല്ലൂരായി കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ദേവാലയങ്ങൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഗീത ചേച്ചി, വിലാസിനി ചേച്ചി, ശാരദ ചേച്ചി, ഇവരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ് മിനിസ്റ്റർ എല്ലായിടവും സംസാരിച്ചത്. ഒരു ക്രിസ്മസ് കാലത്തെ ഒരു അനുഭവം ഒന്ന് പറയാം. ക്രിസ്തുമസ് കാലത്തെ അനുഭവം പറയുന്നതിനേക്കാൾ തട്ടിപ്പറിച്ച് സംസാരിക്കും. ക്രിസ്തുമസിന്റെ ഒരു സാംസ്കാരിക മികവുണ്ട്. അത് ലോകത്ത് എവിടെയാണെങ്കിലും അത് അതുപോലെ തന്നെ തുടരും. പക്ഷെ ആഘോഷങ്ങളുടെ അളവിലും അതിൻ്റെ തൂക്കത്തിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകും. ആളുകളുടെ എണ്ണത്തിനനുസരിച്ച്, ദേവാലയങ്ങളുടെ പ്രത്യേകത അനുസരിച്ച്. പക്ഷെ ക്രിസ്തുമസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരമാണ്. നേരത്തെ റോഷിയും വാസുവും ചേട്ടനൊക്കെ അതിൻ്റെ പിന്നെ ദൈവവിശ്വാസപരമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ കിടക്കുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉത്സവങ്ങൾക്കും ഒരു മതനിരപേക്ഷ ഛായയുണ്ട്. അതാണ് ലോകത്ത് നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ടത്. അത് ക്രിസ്മസ് ആകട്ടെ, ഓണമാകട്ടെ, ബക്രീദ് ആകട്ടെ, വിഷു ആകട്ടെ, അതിനെല്ലാം മതനിരപേക്ഷമായി ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഇത്തവണ ഏറ്റവും സമ്പന്നമായി, ഏറ്റവും സന്തോഷമായി ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടാവും കേരളം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, കൈരളിയോടൊപ്പം നേരത്തെ വീണ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ കൈരളിയോടൊപ്പം ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേകത, മതനിരപേക്ഷമായിട്ടുള്ള ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ വഴിയൊരുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നായകനും ഗവൺമെൻറ്റിലെ അംഗങ്ങളും ക്രിസ്തുമസും ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നവചിന്തയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള യാത്ര ക്രിസ്തുമസിലേക്ക് അലിഞ്ഞിറങ്ങുകയാണ്. 36 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുമ്പോൾ ക്രിസ്തുമസ് ആവേശത്തിലേക്ക് അങ്ങ് പോവുകയാണ്. നേരത്തെ വീണ മിനിസ്റ്റർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്രിസ്തുമസ് ആഘോഷം രാജകേന്ദ്രങ്ങളെ പേടിപ്പിച്ചു, അസ്വസ്ഥരാക്കി, താഴത്തെ ജനങ്ങളെ ആഹ്ലാദിപ്പിച്ചു. ഈ നവകേരള യാത്രയുടെയും അവസാനത്തെ സന്ദേശം അതാണ്. ഈ യാത്ര രാജകേന്ദ്രങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. അസ്വസ്ഥരാക്കപ്പെട്ട രാജകേന്ദ്രങ്ങൾക്കെതിരായി സാധാരണ ജനങ്ങളുടെ ഒരു പടപ്പുറപ്പാട് തന്നെയായിരിക്കും ക്രിസ്തുമസ് ആഘോഷത്തോടൊപ്പം ഇത് നടത്താൻ പോകുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്മസിനെ കുറിച്ച് വളരെ എളുപ്പത്തിലൊന്ന് സംസാരിച്ചുകൊണ്ട് യാത്രാനുഭവം കൂടി നിങ്ങളിൽ നിന്ന് കേൾക്കാൻ പ്രേക്ഷകരിരിക്കുന്നുണ്ട്. ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ മിനിസ്റ്റർ സംസാരിച്ചിട്ടില്ല, ശ്രീ പി രാജീവ് സംസാരിച്ചിട്ടില്ല, ശ്രീ എം പി രാജീവ് സംസാരിച്ചിട്ടില്ല. ഈ ആഘോഷങ്ങളോട് ഒരു വലിയ അത്ര താല്പര്യമില്ലാത്ത ഒരു മന്ത്രിയാണ് ശ്രീ കെ രാധാകൃഷ്ണനിൽ ഞാൻ കാണാറുള്ളത്. പൊതുവെ എനിക്ക് ആഘോഷത്തോട് അത്ര താല്പര്യമില്ല എന്നത് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്.
ഏറ്റവും വലിയ ഉത്സവം നടത്തുന്ന മന്ത്രി ഉത്സവങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയരുത്. അതല്ല അല്ല, അതൊക്കെ ഉത്തരവാദിത്വത്തിന്റെയും ഞാൻ പറഞ്ഞ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ ഞാൻ പറഞ്ഞതിൽ ഒരു എലമെന്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ അദ്ദേഹം നിഷേധിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഈ നവകേരള സദസ് ആരംഭിക്കുന്നത് നവംബർ 18 മുതൽ 24 വരെ എന്നാണ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ 24 വരെ എന്നുള്ള രീതിയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പോഴാണ് ഈ ക്രിസ്മസും അതുപോലെ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കടന്നു വരികയാണ്. അതുകൊണ്ടുകൂടിയാണ് 23 തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഓ, അത് ശരി. അങ്ങനെ അതൊരു കലണ്ടർ നോക്കിയത് അങ്ങനെയാണ് 23. അപ്പോൾ ക്രിസ്മസിൻ്റെ പ്രാധാന്യം ഈ ഗവൺമെൻറ് നല്ലപോലെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്മസ് ആവട്ടെ, ഓണമാവട്ടെ, റംസാനാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ മറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞ പോലെ ഇത് നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകതയോടുകൂടിയാണ് നമ്മളെല്ലാം കാണുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആഘോഷമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലെയും മനുഷ്യരുടെയും ഒരു യോജിപ്പും സ്നേഹവുമാണ് നമ്മൾ പ്രധാനമായിട്ടും ധനകാര്യമന്ത്രി പോവാണോ? ധനകാര്യമന്ത്രി ഇരിക്കണം. എത്ര സമർത്ഥമായി എന്നോട് ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ ചോദിച്ചത് മൈക്കിലൂടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ. അതായത് ഞാൻ ഇന്ന് ധനകാര്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവങ്ങൾക്ക് 1600 രൂപ വെച്ച് ഒരു മാസം കൊടുക്കാൻ വേണ്ടി 900 കോടി രൂപയാണ് കൊടുത്തത്. വലിയ കയ്യടിയാണ് കിട്ടിയത്. വോയിസ് റെസ്റ്റ് ആണ്. നമുക്ക് ധനകാര്യമന്ത്രിക്ക് ഒരു വിശ്രമം, പാർലമെന്ററി കാര്യമന്ത്രിയുടെ അനുമതി വേണ്ടതുണ്ട്. എന്ത് ആഘോഷിക്കണമെങ്കിലും കാശ് വേണം. കാശില്ലാത്തൊരു ആഘോഷവും ഇല്ല. അപ്പോൾ അതിനെ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പൈസ നൽകിയ ധനകാര്യമന്ത്രിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇരിക്കണം. അതെ. അപ്പോൾ ക്രിസ്മസ് ഗ്രാൻഡ് ആക്കിയ ധനകാര്യമന്ത്രിക്ക് അദ്ദേഹത്തെയും ക്ഷണിച്ചിരുന്നതാണ് ശ്രീ പി പ്രസാദും. രണ്ടുപേരും. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകളാണ് നേരാനുള്ളത്. ഇനി പറയേണ്ടത് ഒരാളുണ്ട്, തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയാണ് പറയേണ്ടത്. അവർ രണ്ടുപേരിലേക്കാണ് വരുന്നത്. എക്സൈസ് മന്ത്രിയാണ്. ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. പൊതുവെ എല്ലാ മലയാളിയുടെയും ഒരു പൊതു അനുഭവമാണ് ഈ എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടവരും അവരുടെ ആഘോഷങ്ങൾ ഒന്നിച്ച് പങ്കിടുക എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ യാത്ര ഇപ്പോൾ 24 തീർന്നാലും ഞങ്ങൾ പുതുവത്സരം വീണ്ടും 1ഉം 2ഉം പുതുവത്സരവും യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് തന്നെയാണ്. വലിയൊരു അനുഭവമാണ് ഇതിൻ്റെ ഭാഗമായി. ഒരു മന്ത്രിസഭയല്ല, മന്ത്രിമാർ തന്നെ 150 മണ്ഡലങ്ങളിലൊന്നും എല്ലാവരും പോകണമെന്നില്ല. പരിപാടികളൊക്കെ ആയിട്ട് ഒന്നിച്ചു പോകുക എന്നുള്ളതും ഒരു പുതിയ അനുഭവമാണ്. ശരിക്കൊരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ്. രാവിലത്തെ യോഗങ്ങൾ, മറ്റനുഭവങ്ങൾ, രാവിലെ അങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ എല്ലാം തന്നെ ഒരു ഭാവിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും. ഇപ്പോൾ ക്രിസ്മസിൻ്റെ പറഞ്ഞല്ലോ, ഞങ്ങളിന്ന് രാവിലെ പോയപ്പോൾ ഒരു പെൻഷൻ വലിയ സന്തോഷത്തിലാണ് അമ്മൂമ്മ അവിടെ നിൽക്കുന്നത്. പട്ടയം കിട്ടുന്ന പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ പ്രശ്നങ്ങൾക്കിടയിലും സാമ്പത്തികമായി നമ്മൾ ഞെരുക്കുമ്പോഴും മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പാണ് തദ്ദേശഭരണം എക്സൈസ്. എക്സൈസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല എന്നാണ്. രാവിലെ ഓണത്തിന് ഒരു ദിവസമാണല്ലോ. ഓണത്തിൻ്റെ സമയത്തും നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സപ്ലൈസ് മന്ത്രി പറഞ്ഞതുപോലെ വലിയ പ്രചരണമായിരുന്നു. കാണം വിറ്റാലും ഓണം ഉണ്ണാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ ഓണം കഴിഞ്ഞപ്പോൾ സിവിൽ സപ്ലൈസിന് റെക്കോർഡ് വിൽപ്പനയായിരുന്നു. ചരിത്രത്തിലെ റെക്കോർഡ് വിൽപ്പന അല്ലേ? പിന്നെ അതുപോലെ തന്നെ മിൽമയ്ക്ക് റെക്കോർഡ് വിൽപ്പനയായിരുന്നു. കുടുംബശ്രീയുടെ ഓണച്ചന്തകൾക്ക് റെക്കോർഡ് വിൽപ്പനയായിരുന്നു. കൃഷി വകുപ്പിൻ്റെ ഓണച്ചന്തകൾക്കും റെക്കോർഡ് വിൽപ്പനയായിരുന്നു. ബീവറേജസിന് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അത് എല്ലാ തവണയും റെക്കോർഡ് തകർക്കലാണ് പതിവ്. ഇരിങ്ങാലക്കുടയും ചാലക്കുടിയും കൂടിയിട്ട് നമ്പർ 1. അല്ല, ആ കുത്തകയൊക്കെ ഇപ്പോൾ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ കാരണം 18,000 കോടി രൂപയാണ് അന്ന് ആളുകളുടെ കയ്യിലെത്തിയത് പെൻഷനായിട്ട്. ഇപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് വന്നത്ര പ്രചരണം ഇപ്പോൾ നടത്താൻ ധൈര്യം വരുന്നില്ല.
ക്രിസ്മസ് വറുതിയുടേതായിരിക്കുമെന്ന് പറയാനുള്ള ധൈര്യം ഇപ്പോൾ വന്നിട്ടില്ല. അല്ല, ഓണത്തിന് അന്ന് പുതുപ്പള്ളി ഇലക്ഷൻ കൂടി അതുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓണം പോലെ തന്നെ ഈ ക്രിസ്മസും മലയാളികൾ സമൃദ്ധിയോടുകൂടി ആഘോഷിക്കും. ഈ പറഞ്ഞ എല്ലാ റെക്കോർഡും, ബീവറേജസിൻ്റെ ഉൾപ്പെടെ എല്ലാ റെക്കോർഡും തകർന്നാൽ ഞങ്ങൾ ഒരു കാര്യം കൂടി, കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമായി ക്രിസ്മസ് ചന്ത 14 ജില്ലാ ആസ്ഥാനങ്ങളിലും തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്രിസ്മസ് സമുചിതമായി ആഘോഷിക്കുക എന്ന നിലയിൽ സപ്ലൈകോ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞു 186 കോടി രൂപ അനുവദിച്ചു. അപ്പോൾ സുഭിക്ഷമായി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഈ ഗവൺമെൻറ് സംസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്യാഹ്ലാദത്തോടെ അഭിമാനത്തോടെ ആഘോഷം നമുക്ക് കൊണ്ടാടാൻ കഴിയും. അങ്ങനെയുള്ള ഇരിങ്ങാലക്കുട, ചാലക്കുടി, കരുനാഗപ്പള്ളി മദ്യവിൽപ്പന പറഞ്ഞ് കേരളം വല്ലാതെ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പ്രതീതി. ഇപ്പോൾ ഈ നാഷണൽ നമ്മുടെ ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ പറയുന്നത് ഏറ്റവും കുറച്ച് സ്ത്രീകൾ മദ്യം കഴിക്കുന്ന സ്ഥലം കേരളമാണ്, 0.2%. പുരുഷന്മാരുടെ കാര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട 15-ൽ കേരളമില്ല. ഈ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമാരുടെയും പുറകിലാണ് കേരളം. ദേശീയ ശരാശരി 18%. നമ്മൾ ഏകദേശം അതിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ ആളുകളുടെ ഒരു പ്രതീതി അല്ല, ഇതാദ്യം തിരിച്ചറിയേണ്ട ഒന്നാമത്തെ ആൾ എനിക്ക് തോന്നുന്നു ഗവർണറാണെന്ന് തോന്നുന്നു. അതെ, ഈ കണക്കുകൾ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. ഒന്ന്, ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് കേരളത്തിലെ മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അതെ വളരെ കുറവാണ് ദേശീയ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. ഒപ്പം മദ്യവരുമാനം കേരളം അല്ല ഏറ്റവും കൂടുതൽ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുന്നത്, UP ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നേരത്തെ പറഞ്ഞത്, തെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ട് ആരോപണം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഭാരത് ബെൻസിന് പെട്ടി കെട്ടിയ വണ്ടിയിൽ നീന്തൽക്കുളം ഉണ്ട് എന്ന് പറഞ്ഞവർക്ക് എപ്പോഴും ആരോപണം യാത്രയുണ്ടല്ലോ. അല്ല, അത് പ്രയാസമുള്ള കാര്യമല്ല, അതുകൊണ്ട് ആരോപണം ഉണ്ടാവില്ല. ഞാൻ ക്രിസ്മസ് കേക്ക് എത്തിയ സ്ഥിതിക്ക് നമ്മൾ കൂടുതലൊന്നും വർത്താനം പറയുന്ന കാര്യമില്ല. പക്ഷേ എഴുതേക്കരുത്. അതായത് ഒരുപാട് ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ യാത്രയുടെ ഭാഗമാണ് നിങ്ങൾ. ഈ യാത്രാനുഭവത്തെക്കുറിച്ച് പറയേണ്ടവർക്ക് പറയാം. ഞാൻ സമയക്കുറവുകൊണ്ട് ആരോടും ചോദിക്കുന്നില്ല. എല്ലാവർക്കും ഒരു വാചകത്തിലെങ്കിലും യാത്രാനുഭവം എന്തുമാത്രം മനുഷ്യരോടാണ് നിങ്ങളെല്ലാവരും സംസാരിച്ചത്. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ സംസാരിക്കാതെ നിരീക്ഷകനായിരിക്കുകയായിരുന്നു. എനിക്ക് ക്രിസ്മസിൽ ഞാൻ കാണുന്നത് ഏറ്റവും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വന്നത് അദ്ദേഹത്തിൻ്റെയും ഗാന്ധിയുടെയും ആശയത്തിൽ നിന്നൊക്കെ. അത് നമുക്ക് പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഏറ്റവും വിഷമം അനുഭവിക്കുന്നവരാരാണെന്ന് മനസ്സിലാക്കാനും അവർക്ക് നമ്മുടെ സാധ്യത വെച്ചിട്ട് എന്തവർക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കും നമ്മളൊരു ഭാവിയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കുന്ന. ഇനിയിപ്പോൾ യാത്രാനുഭവത്തെക്കുറിച്ച് വളരെ ക്വിക്കായി ഒന്ന് മാനസിക ഐക്യം നേരത്തെ ഉണ്ടായിരുന്നു മന്ത്രിമാർക്ക്, അതൊന്നുകൂടി വർദ്ധിച്ചു. ഒരു വസ്തുതയാണ്. ഓരോരുത്തരെ കൂടുതൽ അറിയാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് വലിയ നിലയിൽ അത് വർദ്ധിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഉള്ളതൊന്നുകൂടി വർദ്ധിച്ചു. രണ്ടാമത്തത് ഇവിടെ വലിയൊരു അനുഭവം തന്നെയാണത്. ജനങ്ങൾ നൽകുന്ന പാഠം അത് വലിയ അനുഭവമായി മാറുന്നു. ഇതിന് മുമ്പ് ഒരു കാലത്തുമില്ല, ഇനി അങ്ങോട്ട് ഇതുപോലെ പറ്റുകയുമില്ല. അങ്ങനെയുള്ളൊരു പരിപാടിയിൽ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മന്ത്രി എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയ അനുഭവം തന്നെയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് യാത്രയെക്കുറിച്ച് എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം അതിൻ്റെ യജമാനന്മാരെ തേടി പോകുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവം. അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാൾ വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തന അനുഭവം വേറെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു നല്ല കമന്റ്, അങ്ങനെ എന്തെങ്കിലും ഓർമ്മ? നേരത്തെ പറഞ്ഞത് ജനങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ള വലിയൊരു അനുഭവമാണ് ഇതിനകത്തുള്ളത്. ഓരോരുത്തരുടെ ഈ രാവിലത്തെ യോഗങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അതൊരു പുതിയ അനുഭവമാണ്. എം പി രാജേഷ്, യാത്രയുടെ ഒരു അനുഭവം വേഗത്തിൽ പറയാൻ പറ്റുന്നത്? ഒന്ന്, ജനങ്ങളുടെ വളരെ വ്യത്യസ്തമായ വൈവിധ്യമർന്ന അനുഭവ ലോകത്തിലൂടെ കടന്നു പോകാൻ ഈ യാത്ര സഹായിച്ചു. നേരിട്ട് ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ. എടുത്ത സെൽഫിയെ കുറിച്ച് എത്ര കണക്കറിയുമോ മിനിസ്റ്റർക്ക്? മഞ്ചേശ്വരത്ത് നിന്ന്, അതുപോലെ മഞ്ചേശ്വരത്ത് നിന്ന് കിട്ടിയ തൊപ്പി, അല്ല ആ കിരീടം എല്ലാവരുടെയും കയ്യിൽ ഗംഭീരമായിരുന്നു. ആരാണ് കേക്ക് മുറിക്കേണ്ടത്? ക്രിസ്മസ് കേക്ക് ഒരു
ഒരു നല്ല ക്രിസ്മസ് ആശംസയോടെ അല്ലേ എല്ലാവരിലേക്കും ഒരു നല്ല ക്രിസ്മസ്, ഒരു നല്ല കാലം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. കേരളീയരായ മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സര ആശംസകൾ. സമാധാനത്തിൻ്റെ ദൂതുമായി എത്തുന്ന ക്രിസ്മസിൻ്റെ ആശംസകൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾക്ക് നൽകുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ സന്തോഷപൂർവ്വം നേരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവർഷാശംസകൾ. എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസിൻ്റെയും പുതിയ വർഷത്തിൻ്റെയും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും തിരിച്ച് ഈ മന്ത്രിമാർക്ക് എല്ലാവർക്കും കൈരളി ന്യൂസിൻ്റെയും ആശംസകൾ നേരുകയാണ്. നവകേരള യാത്രയുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ഒത്തുചേരൽ സംഭവിച്ചത്. ആ ഒത്തുചേരലിലാണ് കേക്ക് കൊള്ളാമോ? അപ്പോൾ എല്ലാ മന്ത്രിമാർക്കും വേണ്ടി ഒന്നുകൂടി ഇപ്പോൾ അതിഗംഭീരമായി ക്രിസ്മസ് ആഘോഷങ്ങൾ കൈരളിയുടെ നേതൃത്വത്തിൽ നടന്നു. ഞങ്ങളെല്ലാവരും കൂടി ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിച്ചത് ഈ 2.5 വർഷക്കാലത്തിനിടയിൽ ആദ്യമാണ്. എല്ലാവരെയും ഒത്ത് ചേർത്ത് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ച കൈരളിക്ക് നന്ദി. 36 ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ കൈരളിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൈരളിയും ഈ യാത്ര ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര എന്നുള്ളത്. ജനങ്ങളിലേക്ക് ഈ യാത്രയുമായി ബന്ധപ്പെട്ടൊരു സന്ദേശം എത്തിക്കുക എന്ന് പറയുന്ന മാധ്യമ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആ മാധ്യമ ഉത്തരവാദിത്തം കൈരളി നന്നായി നിറവേറ്റിയിട്ടുണ്ട്. ഓക്കെ. ലോക ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു യാത്രയ്ക്കാണ് കേരള സർക്കാർ ഇപ്പോൾ വേദിയൊരുക്കിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 നിയോജക മണ്ഡലങ്ങളിലേക്കും പോകുന്നു. ഇനിയും അവശേഷിക്കുന്ന 4ഓളം മണ്ഡലങ്ങളിൽ പുതുവർഷത്തിൽ പോവുകയാണ് മന്ത്രിമാർ പറഞ്ഞതുപോലെ. ആ യാത്രയുടെ അനുഭവവും ഊർജവും ഭരണനിർവഹണത്തിൽ ഈ മന്ത്രിമാർക്ക് പുതിയ അനുഭവമായി മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വേളയിലാണ് ഈ ക്രിസ്മസ് കാലത്താണ് കൈരളി ന്യൂസിനു വേണ്ടി ഇപ്പോൾ ഈ മന്ത്രിമാരെല്ലാവരും നമ്മൾക്കൊപ്പം ഒത്തുചേർന്നത്. കൈരളിയുടെ പ്രേക്ഷകർക്ക് ആശംസകൾ നേർന്നത്, ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നത്, അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളിലൂടെ ഈ നാടിൻ്റെ ഭരണനിർവഹണത്തിലേക്ക് ഈ നാടിനെ കുറേ കൂടി മെച്ചത്തോടെ കൊണ്ടുപോകാൻ എങ്ങനെ ഈ അനുഭവങ്ങൾ പാഠമാകുന്നു എന്നത് വളരെ സരസമായി വളരെ മനസ്സു തുറന്ന് ഈ മന്ത്രിമാർ പരസ്പരം സംസാരിച്ച് അവർ സമയം ചെലവഴിക്കുന്നതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. എല്ലാ പ്രേക്ഷകർക്കും ഈ മന്ത്രിമാർക്കൊപ്പം ഈ പരിപാടി ആസ്വദിച്ച എല്ലാ പ്രേക്ഷകർക്കും കൈരളി ന്യൂസിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.